നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. എല്ലാവരുടെയും മനസ്സിൽ ഒരു ആകാംക്ഷയുണ്ട്. പുതിയ പ്രതീക്ഷകളുമായി പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന്. ഇത് ഓരോരുത്തരുടെയും ചോദ്യമാണ്. സ്വന്തം ജോലിയിൽ എന്ത് സംഭവിക്കും, എന്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, നല്ലതെന്തെങ്കിലും നടക്കുമോ എന്നൊക്കെ എല്ലാവർക്കും അറിയണം. ജോലി നന്നായിരുന്നാലേ നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാവൂ. അപ്പോഴേ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെയും ബന്ധുക്കളുടെയും ഇടയിൽ നിങ്ങൾക്കൊരു നിലയും വിലയും ഉണ്ടാകൂ. ഇന്ന് 12 രാശികളിൽ നിന്ന് ഗ്രഹസ്ഥിതികളുടെ വിശകലനത്തിന് ശേഷം തെരഞ്ഞെടുത്ത വളരെ പ്രധാനമായ 8 രാശികളെ കുറിച്ച് ഇവിടെ പറഞ്ഞു തരാം. 2026 വർഷം ഈ 8 രാശിക്കാർക്ക് ജോലിയിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 2026 വർഷം ഏറ്റവും വലിയ മാറ്റങ്ങൾ കാത്തിരിക്കുന്ന രാശികളിലൊന്നാണ് മേടം രാശി. ജ്യോതിഷപരമായ ചില കാരണങ്ങളാലാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നിലവിൽ മേടം രാശിക്കാരുടെ ഗ്രഹനിലയിൽ ശനി നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഇതിനർത്ഥം ഇവർക്കിപ്പോൾ 7.5 ശനിയുടെ കാലഘട്ടമാണ് നടക്കുന്നത് എന്നാണ്. സാധാരണഗതിയിൽ 7.5 ശനി തടസ്സങ്ങൾ നിറഞ്ഞ സമയമാണെങ്കിലും വരാനിരിക്കുന്ന ചില ഗ്രഹനിലകൾ ഈ ദോഷത്തെ മറികടക്കാൻ സഹായിക്കും. 2026 ജൂൺ 2-ാം തീയതി മുതൽ വ്യാഴം നിങ്ങളുടെ 4ാം ഭാവത്തിലിരുന്ന് 10ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യാൻ തുടങ്ങും. 10ാം ഭാവം എന്നത് ഒരാളുടെ തൊഴിലിനെ സൂചിപ്പിക്കുന്ന ഇടമാണ്. വ്യാഴത്തിന്റെ ഈ ദൃഷ്ടി നിങ്ങളുടെ ജോലിയിൽ വലിയ പുരോഗതി കൊണ്ടുവരും. ജൂൺ മാസത്തിന് ശേഷം നിങ്ങളുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറും. സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. ഈ കാലയളവിൽ നിങ്ങളെ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. സ്വാഭാവികമായും ജോലിഭാരവും തിരക്കും വർദ്ധിക്കാൻ ഇതിടയാക്കും. എങ്കിലും ഈ തിരക്കുകളിൽ തളരാതെ ലഭിക്കുന്ന പുതിയ ചുമതലകൾ കൃത്യമായി നിറവേറ്റിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയത്തിലേക്കുള്ള വാതിലുകൾ തുറക്കും. ചുരുക്കത്തിൽ ജൂൺ 2-ന് ശേഷമുള്ള മാസങ്ങളും ഒക്ടോബർ 31-ന് ശേഷമുള്ള സമയവും ജോലിയിൽ വലിയ നേട്ടങ്ങളും സ്ഥാനക്കയറ്റവും ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. 2026 ഏറ്റവും മികച്ച ഗ്രഹനിലയുള്ള രാശികളിലൊന്നാണ് ഇടവം. ഇവർക്ക് ഈ വർഷം ഒരു രാജയോഗത്തിന് തുല്യമായ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. നിലവിൽ ശനി ഇവരുടെ രാശിയുടെ 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ 11ാം ഭാവം എന്നത് ലാഭസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ നേട്ടങ്ങൾ ഈ സമയം ഉണ്ടാകും. കൂടാതെ നിങ്ങൾക്കിപ്പോൾ 7.5 ശനിയോ അല്ലെങ്കിൽ കണ്ടകശനിയോ പോലുള്ള ദോഷകാലങ്ങൾ ഒന്നുമില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. നിങ്ങളുടെ 10ാം ഭാവത്തിലാണ് രാഹുവിന്റെ സ്ഥാനം. 10ാം ഭാവം കരിയറിനെ സൂചിപ്പിക്കുന്നു. രാഹുവിന്റെ ഈ മാറ്റം ജോലിയിൽ അപ്രതീക്ഷിത ഉയർച്ചകളും പുതിയ അവസരങ്ങളും കൊണ്ടുവരും. 2025 മാർച്ചിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രകടമായിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല. 2026 ഉറപ്പായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വലിയൊരു പോസിറ്റീവ് മാറ്റമുണ്ടാകും. അത്രത്തോളം ശക്തമായ ഗ്രഹനിലയാണിത്. ഈ വർഷം ഭാഗ്യം പൂർണ്ണമായും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. തടസ്സപ്പെട്ടു കിടന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നടന്നു കിട്ടും. അതിനാൽ പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവരോ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ ഇപ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാവുന്നതാണ്. ചുരുക്കത്തിൽ കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഇടവൻ രാശിക്കാർക്ക് 2026 വഴിയൊരുക്കും. മിഥുനൻ രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാകുന്ന വർഷമായിരിക്കും 2026. 2025 നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ സംബന്ധമായും വ്യക്തിപരമായും ഒരുപാട് ഉയർച്ച താഴ്ചകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. ഭാഗ്യത്തിന് തടസ്സങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ പകുതി വഴിയിൽ വെച്ച് കാര്യങ്ങൾ മുടങ്ങുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ 2026 ഈ സാഹചര്യത്തിന് മാറ്റം വരുത്തും. ശനി നിങ്ങളുടെ 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മിഥുനൻ രാശിക്കാരുടെ ജോലിയിൽ വലിയ മുന്നേറ്റത്തിന് കാരണമാകും. 2026 തുടക്കം മുതൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പതിയെ പുരോഗതി കൊണ്ടു തുടങ്ങും.
കരിയറിൽ നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ കൈവരിക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും. ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറോ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അർഹമായ ഫലം ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ സ്വന്തമായി ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ ജൂൺ പകുതിയോടെ മികച്ച ലാഭവും പുതിയ ഇടപാടുകളും നിങ്ങളെ തേടിയെത്തും. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജൂൺ പകുതിക്ക് ശേഷമുള്ള സമയം വളരെ അനുയോജ്യമാണ്. ചുരുക്കത്തിൽ 2025 തടസ്സങ്ങൾ മാറി 2026 മിഥുനൻ രാശിക്കാർക്ക് കരിയറിൽ മികച്ച വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. 2026 തുലാം രാശിക്കാർക്ക് ജീവിതത്തിന്റെ പല മേഖലകളിലും വലിയ ആശ്വാസവും പുരോഗതിയും നൽകുന്ന വർഷമായിരിക്കും. നിലവിൽ ശനി നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷപ്രകാരം 6ാം ഭാവം എന്നത് രോഗങ്ങൾ, കടബാധ്യതകൾ, ശത്രുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്ന സ്ഥലമാണ്. ശനിയുടെ ഈ സ്ഥാനം കാരണം ഏറെക്കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും. കൂടാതെ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചിരുന്ന ശത്രുക്കളുടെ മേൽ വിജയം നേടാനും ഈ കാലയളവിൽ സാധിക്കും. ഗ്രഹനില അനുകൂലമാണെങ്കിലും 2 കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് നിങ്ങളുടെ സംസാരമാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. രണ്ടാമത്തേത് ക്ഷമയാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ അതീവ ക്ഷമയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ മാത്രമേ പൂർണ്ണ വിജയം നേടാൻ കഴിയൂ. കരിയറിൽ വലിയൊരു മാറ്റം ഈ വർഷം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള കാലയളവ് നിങ്ങൾക്ക് വളരെ നിർണായകമാണ്. ഈ സമയത്ത് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ അംഗീകാരങ്ങൾ നേടിയെടുക്കാനോ നിങ്ങൾക്ക് സാധിക്കും. മൊത്തത്തിൽ നോക്കിയാൽ 2026 എന്നത് തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമായ വർഷമാണ്. മുൻപ് അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഫലം ലഭിക്കുന്ന ഒരു സമയമാണിത്. ചുരുക്കത്തിൽ സംസാരത്തിലും പെരുമാറ്റത്തിലും അല്പം നിയന്ത്രണം പാലിച്ചാൽ 2026 തുലാം രാശിക്കാർക്ക് വലിയ ഉയർച്ചകൾ സമ്മാനിക്കും. വൃശ്ചികം രാശിക്കാർക്ക് ജോലിയിൽ കഴിഞ്ഞ കുറേ കാലമായി നേരിട്ടിരുന്ന കഷ്ടപ്പാടുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വലിയൊരു മാറ്റത്തിന്റെ വർഷമാണ് 2026. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അനുഭവിച്ചിരുന്ന കണ്ടകശനി ദോഷം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും മാനസികമായി കൂടുതൽ സമാധാനം ലഭിക്കാനും കാരണമാകും. ഏതാണ്ട് 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദേവഗുരുവായ വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് അഥവാ 9ാം ഭാവത്തിലേക്ക് വരുന്നത്. അതും വ്യാഴത്തിന്റെ ഉച്ചരാശിയിൽ പൂർണ്ണ ബലത്തോടുകൂടി. ഇത് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. ഭാഗ്യാനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുന്ന സമയമാണ്. 2026 ജൂൺ 2ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ദൃശ്യമാകും. സാമ്പത്തികമായി നില മെച്ചപ്പെടുകയും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നുചേരാൻ ഈ സമയം കാരണമാകും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ പ്രത്യേക സ്നേഹവും വിശ്വാസവും നേടിയെടുക്കാൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കഴിവുകളെ അവർ തിരിച്ചറിയുകയും തൊഴിൽ മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇടയ്ക്ക് ചില ചെറിയ തടസ്സങ്ങൾ ഗ്രഹനിലയിലുള്ള ചില മാറ്റങ്ങൾ മൂലമുണ്ടായേക്കാം. എങ്കിലും വിജയിക്കണമെന്ന നിങ്ങളുടെ ശക്തമായ ആഗ്രഹവും ലക്ഷ്യബോധവും ആ തടസ്സങ്ങളെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. മുന്നോട്ട് കുതിക്കാനുള്ള നിങ്ങളുടെ താല്പര്യം നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. ചുരുക്കത്തിൽ 12 വർഷത്തിന് ശേഷം വരുന്ന ഈ സുവർണാവസരം വൃശ്ചികൻ രാശിക്കാർക്ക് കരിയറിൽ വലിയ കുതിച്ചുചാട്ടം സമ്മാനിക്കും. 2026 ധനുരാശിക്കാർക്ക് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും. 2026 നിങ്ങൾക്ക് കണ്ടകശനി ദോഷം നിലനിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത് തടസ്സങ്ങൾ ഉണ്ടാക്കാമെങ്കിലും നിങ്ങളുടെ ജാതകത്തിലെ രാഹുവിന്റെ ശക്തമായ സ്വാധീനം ഇതിനെ മറികടക്കാൻ സഹായിക്കും. രാഹു നിങ്ങളെ അതീവ ബുദ്ധിശാലിയും കാര്യങ്ങൾ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരുമാക്കി മാറ്റും. പ്രതിസന്ധികളെ എങ്ങനെ ബുദ്ധിപരമായി നേരിടണമെന്ന് നിങ്ങൾ ഈ കാലയളവിൽ പഠിക്കും. കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി
സ്മാർട്ട് വർക്ക് അഥവാ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഫലം എങ്ങനെ നേടിയെടുക്കാം എന്നതിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ. വെറുതെ കഷ്ടപ്പെടുന്നതിനു പകരം സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ പുതിയ ഐഡിയകളോ ഉപയോഗിച്ച് ജോലി എളുപ്പമാക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഈ രീതി നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സെപ്റ്റംബർ മാസം കഴിയുന്നതോടെ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ നേട്ടങ്ങൾ പ്രകടമായി തുടങ്ങും. അപ്രതീക്ഷിതമായ അംഗീകാരങ്ങളോ പുതിയ പ്രൊജക്റ്റുകളോ ഈ സമയം നിങ്ങളെ തേടിയെത്തും. ഒക്ടോബർ 31 ശേഷം നിങ്ങളുടെ ജോലിയിൽ വലിയൊരു വഴിത്തിരിവ് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ജോലി മാറുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയോ ചെയ്തേക്കാം. വർഷത്തിന്റെ അവസാന പാദം നിങ്ങൾക്ക് കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടം സമ്മാനിക്കും. ചുരുക്കത്തിൽ കഠിനാധ്വാനത്തോടൊപ്പം ബുദ്ധിയും തന്ത്രവും പ്രയോഗിക്കുന്നത് വഴി 2026 ധനുരാശിക്കാർക്ക് മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിക്കും. മകരം രാശിക്കാർക്ക് വളരെ കാലമായി നിലനിന്നിരുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കുന്ന വർഷമാണ് 2026. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം അവരുടെ 7.5 ശനി കാലഘട്ടം അവസാനിച്ചു എന്നതാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും തടസ്സങ്ങൾക്കും ഇതോടെ അന്ത്യമാകും. ജീവിതം പുതിയൊരു ദിശയിലേക്ക് നീങ്ങാൻ ഈ മാറ്റം സഹായിക്കും. ശനിദോഷം മാറിയെങ്കിലും അതിന്റെ ഫലമായി ചില നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാകാം. ഇത്തരം മോശം ചിന്തകളെയും പേടികളെയും പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പോസിറ്റീവായി ചിന്തിക്കുന്നത് വഴി വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. 2026 മെയ് മാസത്തിന് ശേഷം വ്യാഴത്തിന്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ബിസിനസ്സിലോ ജോലിയിലോ വലിയ സാമ്പത്തിക ലാഭം കൊണ്ടുവരും. കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനും ഈ ഗ്രഹനില കാരണമാകും. ഈ വർഷം നിങ്ങൾ ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും. ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകും. മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നതിനു പകരം സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം നിങ്ങൾ നേടിയെടുക്കും. ചുരുക്കത്തിൽ മകരം രാശിക്കാർക്ക് അവരുടെ കഠിനകാലം അവസാനിച്ചുവെന്നും പുതിയൊരു പ്രഭാതം കരിയറിലും വ്യക്തിജീവിതത്തിലും ഉണ്ടാകുമെന്നും 2026 ഉറപ്പു നൽകുന്നു. കുംഭം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ വലിയൊരു പരീക്ഷണഘട്ടം അവസാനിക്കുന്ന വർഷമാണ് 2026. കുംഭം രാശിക്കാർ ഇപ്പോൾ 7.5 ശനിയുടെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നേരിട്ട പ്രതിസന്ധികളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ജീവിതത്തെക്കുറിച്ച് വലിയ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ കരുത്തരാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അനാവശ്യമായ ചിന്തകൾ, ഭയം, കാര്യങ്ങളെ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്ന സ്വഭാവം എന്നിവ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. ഇത്തരം നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി മുന്നോട്ടു പോകാൻ ശ്രമിക്കണം. മനസ്സ് ശാന്തമാക്കിയാൽ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ 2026 തുടക്കത്തിൽ തന്നെ, അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വളരെ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ഓർഡറുകൾ ലഭിക്കാനോ ബിസിനസ് വിപുലീകരിക്കാനോ ഈ സമയം അനുയോജ്യമാണ്. സാമ്പത്തികമായ ഉയർച്ചയും ഈ കാലയളവിൽ കാണുന്നു. നിങ്ങളുടെ കരിയറിലെ വിജയത്തിന്റെ താക്കോൽ നിങ്ങളുടെ പെരുമാറ്റത്തിലായിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടാതിരിക്കാനും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്താനും ശ്രമിക്കണം. ക്ഷമയോടെ സാഹചര്യങ്ങളെ നേരിട്ടാൽ ജോലിയിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ കുംഭം രാശിക്കാർക്ക് തങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സംയമനത്തോടെ പ്രവർത്തിച്ചാൽ 2026 കരിയറിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. ഗ്രഹനില അനുകൂലമാണെങ്കിലും നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമവും പോസിറ്റീവായ ചിന്താഗതിയും വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ അറിവ് പകർന്നു നൽകാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഹരി ഓം.